ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ കസിന് കുറേ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആളാദ്യം കാണിച്ചു തരാം. ഇവിടെ നിന്ന് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ കസിന് ഗൈസ്. അപ്പോൾ ഓളിതാ കുറേ കൈച്ചേനൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മുത്തുകൾ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ നേക്കൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ കണ്ടപ്പോഴാണെങ്കിലോ ഗൈസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ ചെറിയ മക്കളൊക്കെ സ്കൂളിലൊക്കെ ഇട്ട് പോകുന്നുണ്ടല്ലോ ഗൈസ്, അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ ടൈമിൽ ഞങ്ങൾ ജിൻകി കമ്മലൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവരൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ ഓരോ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. എൻ്റെ അനിയത്തിയും അതേപോലെ സിനിമകളൊക്കെ ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഇവളുണ്ടാക്കിയതും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഓൾ ഉണ്ടാക്കിയത് കണ്ടത്. അപ്പോൾ അവൾക്ക് ഭയങ്കര കൈവൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, കാണുന്ന പോലെ ഒന്നല്ല ആള്. എന്നോട് അറിഞ്ഞതൊന്ന് വീഡിയോ എടുത്തിട്ട് സിൻതാത്താന്ന്. ഞാൻ പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ചാടി ഇറങ്ങി വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാട്ടോ. എന്തായാലും ഇതൊക്കെ ഉണ്ട് ഐറ്റംസ്, നല്ല ഭംഗിയുണ്ട്. ഓൾക്ക് കുറേ ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഓളെ ക്ലാസ്സിലെ തന്നെ കുട്ടികൾക്കും പിന്നെ പുറത്തൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. എന്തായാലും അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. എനിക്കെന്തായാലും ഇതൊന്നും കറക്റ്റ് അല്ല കേട്ടോ, ഒന്നും പാകാവില്ല. പിന്നെ ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കുഞ്ഞു കുഞ്ഞു മുത്തോളം വെച്ചിട്ടുണ്ടാക്കിയതാട്ടോ ഗൈസ്. എന്ത് ഭംഗിയുണ്ടായിരുന്നു അറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യം എൻ്റെ സ്വത്ത് മണിക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കിട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ എല്ലാം വലിച്ചു പൊട്ടിക്കും, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഊരിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ കുറച്ചും കൂടി ഇറക്കം കൂടുതൽ കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഇത് ഓക്കെ അല്ല, ബട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ളൊരു മാല ഉണ്ട് ഗൈസ്. ഇതിൻ്റെ പിങ്ക് കളറും കൂടി ഉണ്ട്, പക്ഷെ അത് ഓള് ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഓളെ വൈബ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, ഇങ്ങനെയൊക്കെ ഓരോ വൈബും പിടിച്ച് നടക്കുന്നുണ്ടല്ലോ ഗൈസ്, അതും നല്ല രസമാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്താണ്. പിന്നെ ഓളങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എനിക്ക് കുറേ ഓർഡറൊക്കെ ഉണ്ടാക്കി തരാം, ഈ വേണ്ടികൾക്കൊക്കെ എത്തിച്ചു കൊടുത്തോണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ ഭയങ്കര ടെൻഷനായിട്ട് ഗൈസ്. ഓളെ എനിക്ക് അമ്മേ വേണ്ട 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 എനിക്കതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഉള്ള കളിയാക്കിയത്. അപ്പോൾ ഓളെ ഐറ്റംസൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കുഞ്ഞ് ബേബീസിനൊക്കെ പറ്റിയതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്വത്ത് മണിക്കൊക്കെ കറക്റ്റാണ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുമ്പം. പക്ഷേ ഓനൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഡബ്ബറിൻ്റെ ടൈപ്പാണ്, വലിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ, പെട്ടെന്നൊന്നും പൊട്ടൂല. എന്തായാലും നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളി. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഓൾ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടും ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞു ചെയ്തു ഓളോട് അത് ഭയങ്കര ഭംഗിയുണ്ടടി എന്നൊക്കെ. വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടാണ് പിന്നെ ആൾ വന്ന് നിൽക്കണത്. ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കിയ ഉടമസ്ഥ അവളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഓളെ കോൺടാക്ട് ചെയ്യുക. ഓളെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. നമ്പർ ഗൈസ് വെറുതെ വന്നു കേട്ടോ. പക്ഷെ ഓളത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, നമ്മൾ അവിടെ എത്തിച്ചേരുന്നതേക്കാരം അല്ലേ. ഞാനല്ല നിങ്ങൾ, ഞാനല്ലേ ഓള്.